ഗാസയിൽ 6 ലക്ഷത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ഈജിപ്ത് ഗാസ അതിർത്തിയിലെ റഫായിൽ നിന്നാണ് ശുദ്ധജലം എത്തിക്കുന്നതിന് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. 7.5 കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പ് ലൈൻ. റഫായിലെ യുടെ ജലശുദ്ധീകരണശാലയിൽ നിന്നും ഖാൻ യൂനീസിലെ അൽ മവാസി മേഖലയിലേക്കാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. പ്രതിദിനം ഒരാൾക്ക് 15 ലിറ്റർ വീതമാണ് കുടിവെള്ളം നൽകുക. കടുത്ത ശുദ്ധജലക്ഷാമമാണ് ഗാസയിൽ അനുഭവപ്പെടുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിദിനം 6 ലക്ഷം പലസ്തീനികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലന്റ് നൈറ്റ് 3യുടെ ഭാഗമായിട്ടാണ് കുടിവെള്ള പദ്ധതി. കുവൈറ്റിൽ വ്യാജമദ്യം വിതരണം ചെയ്തവരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷ. വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനകളിൽ 71 പേരാണ് പിടിയിലായത്. മദ്യനിർമ്മാണ യൂണിറ്റിന്റെ നടത്തിപ്പുകാരനും പിടിയിലായിട്ടുണ്ട്. 23 പേർ മരിച്ച വിഷമദ്യ ദുരന്തത്തിന് കാരണക്കായവർക്ക് എതിരെ കൊലക്കുറ്റമടക്കം ചുമത്തിയേക്കും. കടുത്ത പിഴയും ചുമത്തും. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും കുവൈത്തിൽ ഗുരുതര കുറ്റകൃത്യമാണ്. വിഷമദ്യം കഴിച്ച് ചികിത്സയിൽ കഴിയുന്ന വിദേശികൾക്ക് ആരോഗ്യനില സാധാരണ നിലയിലെത്തുന്നതിന് പിന്നാലെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിയമം ലംഘിച്ച് മദ്യപാനം നടത്തിയ കുറ്റത്തിന് നാടുകടത്തലായിരിക്കും ശിക്ഷയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുടെ ബറാക്ക ആണവ നിലയം ഉൽപ്പാദനം തുടങ്ങിയിട്ട് ഇന്ന് 5 വർഷം. രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 25% ബറാക്കയിൽ നിന്നാണ് എത്തുന്നത്. 2020 ഓഗസ്റ്റ് 19 അബുദാബി ബറാക്ക പ്ലാന്റിന്റെ 1ാം യൂണിറ്റ് ദേശീയ ഗ്രിഡുമായി ബന്ധിപ്പിച്ചത്. ഇന്ന് പ്രതിവർഷം 40 ടെറാവാട്ട് അവർ വൈദ്യുതിയാണ് ബറാക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 5,74,000 വീടുകൾക്ക് വേണ്ട വൈദ്യുതി ബറാക്ക നിലയത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പ്രതിവർഷം 22.4 ദശലക്ഷം ടൺ കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കാൻ ബറാക്ക നിലയം സഹായിക്കുന്നുണ്ട്. അതായത് 50 ലക്ഷം പെട്രോൾ കാറുകൾ നിരത്തുകളിൽ നിന്നും നീക്കുന്നതിന് തുല്യം. 2009 കൊറിയൻ ഇലക്ട്രിക് പവർ കോർപ്പറേഷന് എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ ആണവ പ്ലാന്റ് നിർമ്മിക്കാൻ കരാർ നൽകിയത്. $200 കോടി കരാർ. 4 റിയാക്ടറുകളാണ് ബറാക്ക നിലയത്തിലുള്ളത്. 60 വർഷമാണ് ബറാക്ക നിലയത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. NTV UAE to the world.